ഷാഫി പറമ്പിൽ എവിടെയുണ്ട്? അദ്ദേഹം MP ആണ്, യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്, കോൺഗ്രസിൻ്റെ കേരളത്തിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം എവിടെയുണ്ട്? ഈ ചോദ്യം സ്വാഭാവികമായും മാധ്യമപ്രവർത്തകരുടെ മനസ്സിലുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് എടുക്കാൻ മാധ്യമപ്രവർത്തകർ നെട്ടോട്ടമോടും, സംശയമില്ല. എന്തുകൊണ്ട്? രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും രണ്ട് ശരീരവും ഒരു ആത്മാവുമാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഷാഫി പറമ്പിൽ ഒഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് വന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുമാത്രമല്ല, പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വടകരയിലെത്തിയപ്പോൾ അദ്ദേഹം AICC നേതൃത്വത്തോടും KPCC പ്രസിഡന്റിനോടും ആവശ്യപ്പെട്ട ഒരേയൊരു കാര്യം, പാലക്കാട് എനിക്ക് പകരം MLA ആകേണ്ടത്, മത്സരിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിരിക്കണം. ഈ ഒരു ആവശ്യമാണ് ഷാഫി പറമ്പിൽ കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞത്. വടകരയിൽ ഞാൻ മത്സരിക്കുകയും അവിടെ ഞാൻ ജയിക്കുകയും ചെയ്താൽ പാലക്കാട് MLA ആണ് ഷാഫി പറമ്പിൽ, അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. പകരം ആര് മത്സരിക്കും? ഒരൊറ്റ ഉത്തരമേ ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ, അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കും എന്ന ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് വടകരയിൽ മത്സരിക്കാം എന്ന് ഷാഫി പറമ്പിൽ നേതൃത്വത്തോട് പറയുന്നത്. അത്രയ്ക്കും ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു. അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നു വരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഗുരുതരമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എവിടെ പോയി ഈ അർദ്ധ സഹോദരൻ? എവിടെ പോയി തൻ്റെ ആത്മാവ് എന്ന ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ടാകണം. അങ്ങനെയാണ് എവിടെയാണ് ഷാഫി പറമ്പിലുള്ളത് എന്ന് അന്വേഷിച്ച് മാധ്യമപ്രവർത്തകർ പോയത് ദില്ലിയിലെ അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിന് മുന്നിലേക്ക്. മാധ്യമപ്രവർത്തകർ പുറത്തു നിൽക്കുകയാണ്. പുറത്തിറങ്ങിയാൽ മാധ്യമപ്രവർത്തകർ വളഞ്ഞിട്ട് പിടിക്കും, എന്തെങ്കിലും പറയേണ്ടി വരും. എന്താണ് വഴി? ആ വഴിയാണ് അദ്ദേഹം ബീഹാറിലേക്ക് രക്ഷപ്പെടുക എന്ന്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ജാതിയുണ്ട് ബീഹാറിൽ. വോട്ട് ചോർത്തതിൻ്റെ കള്ളത്തരത്തിന് എതിരെ BJPക്ക് എതിരെ നടക്കുന്ന ജാഥ, മാർച്ച്, അതിൽ പങ്കെടുക്കാൻ ഷാഫി പറമ്പിൽ നേരെ ബീഹാറിലേക്ക് രക്ഷപ്പെട്ടു. മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ മാധ്യമങ്ങൾ ഫ്ളാറ്റിൻ്റെ മുന്നിൽ കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും സംസാരിക്കൂ ഷാഫി പറമ്പിലെ എന്ന് പറഞ്ഞ്. കോൺഗ്രസ് നേതാക്കൾ നേരത്തെ ഇങ്ങനെയായിരുന്നില്ല. മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് വിളിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് വരുന്നവരാണ്. മാധ്യമപ്രവർത്തകർ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്നവരാണ്. മാധ്യമങ്ങളുടെ പരിലാലനയിലാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ജീവിക്കുന്നത് തന്നെ. അങ്ങനെയുള്ള ഷാഫി പറമ്പിലാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടത് ബീഹാറിലേക്ക്. മാധ്യമങ്ങളെ മുഖം കാണിക്കാതെ രക്ഷപ്പെട്ടത് ബീഹാറിലേക്ക്. എങ്ങാനും ബീഹാറിലേക്ക് ഇനി മാധ്യമപ്രവർത്തകർ വരുമോ എന്ന ഭയത്തിലാണ് അദ്ദേഹം. പക്ഷേ ഒരു സൗകര്യമുണ്ട് അവിടെ. രാഹുൽ ഗാന്ധിക്ക് വലിയ സംരക്ഷണമുണ്ട് പോലീസിൻ്റെ, അതോടൊപ്പം തന്നെ സുരക്ഷാ സേനയുടെ ഒക്കെ. ആ സുരക്ഷാ വലയം ഷാഫി പറമ്പിലിനെ രക്ഷിക്കും എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഷാഫി പറമ്പിലിന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞേ തീരൂ, പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് ബന്ധമുണ്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ. അതുമാത്രമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ കൂടിയാണ്. അതുമാത്രമല്ല, ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും ഒക്കെയായ MP ഒക്കെയായ ഷാഫി പറമ്പിൽ എന്തെങ്കിലും ഒരു വാക്ക് പറയണ്ടേ? എന്തുകൊണ്ട് പറയുന്നില്ല? അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ പെൺകുട്ടികൾ ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തിനു മറച്ചു പിടിച്ചു? ഈ പരാതികൾ കിട്ടിയിട്ടും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഷാഫി പറമ്പിൽ മറുപടി പറയേണ്ടി വരും. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഷാഫി പറമ്പിൽ മറുപടി പറയേണ്ടി വരും, സംശയമില്ല. ആ ഭയം തന്നെയാണ് ഷാഫി പറമ്പിലിനെ ദില്ലിയിൽ നിന്നും ബീഹാറിൽ എത്തിച്ചത്.